വെക്കട ഇതിനു മീതെയൊന്ന് എന്ന് നമുക്ക് ചങ്കുറപ്പോടെ തന്നെ പറയാം. T20യിൽ നിലവിലെയെന്നല്ല, എക്കാലത്തെയും T20 ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ പോലും ഇതുപോലൊരു വെടിക്കെട്ട് ബാറ്റിംഗ് നിര വേറെ ഉണ്ടായി കാണണമെന്നില്ല. എന്തൊരു ടീമാണ് ഇത്! തുടക്കം മുതൽ ഒടുക്കം വരെ കിൻഡലടി. ഓപ്പണിംഗ് സഞ്ജു പോയതിൽ വിഷമമുണ്ടെങ്കിൽ പോലും അത് ഇന്ത്യൻ ടീമിന് നല്ലത് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. ഇഷാനും അഭിഷേകും നൽകുന്ന തുടക്കങ്ങൾ അത്രയും ബ്ലാസ്റ്റ് തന്നെയായിരിക്കും. ഇന്നത്തെ സന്നാഹ മത്സരം നിങ്ങൾ കണ്ടതല്ലേ? അഭിഷേക് ഇത്തിരി ഡൗൺ ആയിരുന്നുവെങ്കിലും അയാളുടേത് നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഏത് ഓപ്പോസിഷനായാലും കൊല വിളിച്ചിരിക്കും. പിന്നെ ഇഷാനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, രോമാഞ്ചം തന്നെയാണ് അയാൾ. ആദ്യ ഓവറിൽ തന്നെ 6 ആണ് അയാൾ അടിച്ചുവിട്ടത്. ആകെ 7 6 ആണ് 22 ബോളിൽ നിന്ന് അയാൾ നേടിയത്. കൂടാതെ 52 റൺസും, അതും ഔട്ടായി പോയതുമല്ല. നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ തന്നെ പോലെ യൂസ് ചെയ്യൂ എന്ന് ഇഷാൻ കിഷാൻ പ്രഖ്യാപിക്കുകയാണ്. ഒരൊറ്റ സീരീസ് കൊണ്ട് 32 റാങ്കാണ് അയാൾ മെച്ചപ്പെടുത്തിയത്. ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ ടോപ്പ് 10ലേക്ക് അല്ലെങ്കിൽ ടോപ്പ് 3യിലേക്ക് തന്നെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് തിലക് വർമ്മയാണ്. ഇന്ത്യൻ ടീമിന് ഇപ്പോൾ വേണ്ട ഒരു താരമാണ് തിലക് വർമ്മ. ഒരേ സമയം ഇവരെ പോലെ അടിച്ചു കയറാനും ടഫ് കണ്ടീഷനിൽ നിന്ന് കളിച്ച് ടീമിനെ ജയിപ്പിക്കാനും അയാൾക്ക് സാധിക്കും. ഏഷ്യ കപ്പ് ഫൈനലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ളതല്ലേ? അത് കഴിഞ്ഞാൽ വരുന്നത് സൂര്യകുമാർ യാദവ് ആണ്. തന്റെ മോശം ഫോമിന് മാൻ ഓഫ് ദ മാച്ച് സീരിയസ് ആയിട്ടാണ് സൂര്യ മറുപടി തന്നത്. തന്റെ ക്ലാസ് എവിടെയും പോയിട്ടില്ലെന്നയാൾ തെളിയിക്കുകയാണ്. പിന്നെയാകട്ടെ ഹാർദിക് പാണ്ഡ്യയും, അയാളുടെ ക്ലച്ചൊക്കെ ഗുഡാണ്. ഏതൊരു ബൗളറും അയാൾക്കെതിരെ പേടിച്ചു പോകും. ഏതൊരു ബോളും 6 വായിക്കാനുള്ള കഴിവും അയാൾക്കുണ്ട്. അത് കഴിഞ്ഞാൽ ദുബൈയാണ്. അയാളുടെ സ്ട്രെങ്ത് നമ്മൾ ആ ന്യൂസിലാൻഡ് സീരീസിൽ മുഴുവൻ കണ്ടതല്ലേ? റൺഔട്ട് ആയില്ലായിരുന്നുവെങ്കിൽ അന്നൊറ്റക്ക് അയാൾ നമ്മുടെ കളി ജയിപ്പിച്ചേനെ. സ്പിൻ വന്നാൽ പിന്നെ 6 മഴ പെയ്യിപ്പിക്കും അയാൾ. എന്നാൽ അവിടം കൊണ്ടൊന്നും കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ശേഷം വരുന്നത് റിങ്കു ആണ്. എപ്പിക് ഫിനിഷറാണ് റിങ്കു. പിന്നെയും ബാറ്റ് വീശാൻ കഴിയുന്ന ഒരു അക്സർ പട്ടേലുണ്ട്, അർഷിദ് റാണയുമുണ്ട്. അങ്ങനെ ഒരു പറ്റം പേരാണ് നിലവിൽ ഈ ടീമിലുള്ളത്. ഇതിൽ ഒരാൾ കളിച്ചില്ലെങ്കിൽ പോലും മറ്റൊരാൾ കളിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് ഇന്ന് ഈ ടീമിന്റെ പ്രധാന ശക്തി. എന്തായാലും എതിരാളികളൊന്ന് പേടിക്കേണ്ടി വരും. അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. ഇജാതി ബാറ്റിംഗ് ആണിത്.